Hello guys, welcome back to my YouTube channel with അശ്വതി. യെസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റിന് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. കാരണം ഒരു 600+ വ്യൂസ്. അത് നമ്മുടെ ഒരു ടോക്ക് ഷോയ്ക്ക് അത്രയും വ്യൂ കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്. കുറേ പേര് എന്നെ പേഴ്സണലി കണ്ടപ്പോഴും എൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പറഞ്ഞു ഒരു ഫ്രണ്ടുമായിട്ട് ചെയ്ത വീഡിയോ കണ്ടായിരുന്നു എന്ന്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെയും കുറച്ചും കൂടെ ഒരു മോട്ടിവേഷനായി. ആ സെയിം പാർട്ട്ണറുമായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സഫർ ചെയ്യുന്നതും നമ്മുടെ ലൈഫിലെല്ലാം ഒരിക്കലെങ്കിലും ഉള്ളതുമായ ഒരു കാര്യമാണ് റിലേഷൻഷിപ്സ്. ഈ റിലേഷൻഷിപ്സിൽ നമുക്ക് കുറച്ച് റെഡ് ഫ്ലാഗ്സ് ഉണ്ട്, ഗ്രീൻ ഫ്ലാഗ്സ് ഉണ്ട്. അപ്പം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് ആസ്പെക്ട്സ് വെച്ചിട്ട് നമ്മൾ ഈ റെഡ് ഫ്ലാഗ്സ് വേഴ്സസ് ഗ്രീൻ ഫ്ലാഗ്സ് ഇതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ. അതെ, ഓഫ് കോഴ്സ് ഇന്ന് ഞങ്ങൾ തകർക്കും ഗൈസ്. യെസ്. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പം റെഡ് ഫ്ലാഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് ഏതൊക്കെ രീതിയിൽ ടോക്സിക് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ആ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ് റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു റെഡ് ഫ്ലാഗിനെ പറ്റി ഞാൻ പറയാം. സോ ഫസ്റ്റ്, അതായത് ഇപ്പം ബിഗിനിങ്ങിൽ ഗിവിങ് ടു മച്ച്, അത് ഈസ് വൺ ഓഫ് ദ റെഡ് ഫ്ലാഗ്. അതായത് ഇപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഭയങ്കരമായിട്ട് നമുക്ക് സ്നേഹമായിക്കോട്ടെ, ഒരു അപ്രിസിയേഷൻ ആയിക്കോട്ടെ, വാട്ട് എവർ, അതെല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് തരുന്നു. പിന്നീട് അത് ഗ്രാജുവലി കുറയുന്നു. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണായാലും പെണ്ണായാലും ഏത് ജെൻഡർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് തുടക്കത്തിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യം, ഒടുക്കം വരെ കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിൽ മാത്രം നിങ്ങൾ കമ്മിറ്റ് ചെയ്യുക. അല്ലാതെ ആദ്യം ചാടി കയറി നീ കഴിച്ചോ, അല്ലെങ്കിൽ നിനക്ക് നീ ഓക്കെ ആണോ, നീ അതാണോ ചിന്തിക്കുന്നത്, ഇതാണോ, നിന്നെ ഞാൻ 100 വട്ടം ആദ്യം വിളിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നു, നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കി എന്തിനാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്ത് ഓൾ ഓഫ് എ സഡൻ നമ്മളിത് എക്സ്പെക്ട് ചെയ്തിരിക്കും. ഇപ്പൊ ഞാനായിക്കോട്ടെ, വേറൊരാളായിക്കോട്ടെ, ഒരാണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, എനിവൺ, അവരിത് എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ അതങ്ങ് നിർത്തി കഴിഞ്ഞാൽ അവിടെ ആ മനുഷ്യൻ തകരും. നിങ്ങൾ ഒരിക്കലും ഒരാളുടെ ഇമോഷൻ വെച്ച് കളിക്കരുത്. ദാറ്റ് ഈസ് എ മെയിൻ തിങ്. അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പൊ സെക്കൻഡ് തിങ്, നിന്നെ സംബന്ധിച്ച് എന്താണ് ഒരു റെഡ് ഫ്ലാഗ്? എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി സെൽഫ് റെസ്പെക്ട് കളഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ മറന്ന് നമ്മൾ ഒരാൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് വേദന വരും. കാരണം നമ്മൾ തന്നെയാണ് അതിന് കാരണം. എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് റെസ്പെക്ട് ഹാം ആവുന്ന രീതിയിൽ ഒരു റിലേഷനിലും നമ്മൾ നിൽക്കാതിരിക്കുക. ലൈക്ക് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ അവർക്ക് അങ്ങോട്ടങ്ങ് മെസ്സേജ് അയക്കുന്നു, നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി മെസ്സേജ് അയക്കുന്നു, അവരൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മളെ ഹാം ചെയ്യുവാണ്, നമ്മളെ ഹേർട്ട് ചെയ്യുവാണ്, നമുക്ക് തന്നെ വിഷമം വരത്തുള്ളൂ. സോ ഒരിക്കലും നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിന്, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് കൈൻഡ് ഓഫ് തിങ് ആയിക്കോട്ടെ, നിങ്ങൾ അതിന് നിൽക്കരുത്. ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എനിക്ക് തോന്നുന്നു ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഇല്ലായ്മ ഒരു റിലേഷൻ. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഞങ്ങൾ 2 പേരുടെയും കാര്യം പറയുന്നത്. 2 പേർക്കും ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി ഇല്ലെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആവും. ആ റിലേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്സാക്ട്ലി. അത് എങ്ങനെയാ പ്രോബ്ലം ആവുന്നതെന്ന് പറഞ്ഞാൽ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഏതൊരു കാര്യത്തിനും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് റിലേഷൻഷിപ്പിൽ, എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിൽ അത് വേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ 1 വട്ടം 2 വട്ടം 3 വട്ടത്തിൽ കൂടുതൽ നമ്മൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവിടെ നമ്മുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. എക്സാക്ട്ലി. അത് നമ്മൾ എപ്പോഴും അറിയണം. ആ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി കൊണ്ടുവന്നതിന് ശേഷമേ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാവൂ. അപ്പം ആൻഡ് ദ ഫോർത്ത് വൺ, അല്ലേ, നമ്മുടെ മൈൻഡിലേക്ക് വന്ന ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ബൗണ്ടറീസ്. അതായത് നമ്മുടെ ഒരു ഫ്രീഡത്തിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ പല അഭിപ്രായങ്ങൾ അവർ പറയും. അതിപ്പോൾ നമ്മുടെ ഒരു വസ്ത്രധാരണമാകാം, നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ പല ഫ്രീഡം, നമ്മുടെ ലൈഫിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഫ്രീഡംസ് ഉണ്ട്. നമുക്ക് പുറത്തു പോകണം, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന പല കാര്യങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ പെട്ടെന്നൊരു പോയിന്റിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട്, അല്ലേ, നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അതായത് നമ്മൾ അപ്പം എന്ത് ചെയ്യണം, ഒരു ബൗണ്ടറി ഓൾറെഡി സെറ്റ് ചെയ്യണം. അതെ, ആ സെറ്റ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാതിരിക്കുന്നത് ഒരു റെഡ് ഫ്ലാഗ് ആണ്. ആണ് ഓൾവേസ് ഇൻ എ റിലേഷൻഷിപ്പ്.
അടുത്ത ഒരു ഇതെന്ന് പറയുന്നതാണ് ഓവർ പൊസസീവ്നെസ്. നമ്മൾ ഈ പറഞ്ഞതിൽ വെച്ചിട്ട് ടോക്സിക് ആയിട്ടുള്ള കാര്യമാണ് ഓവർ പൊസസീവ്നെസ്. കാരണം വിളിച്ചോണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, നീ അത് ചെയ്തോ, നീ ഇത് ചെയ്തോ, നീ അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്. സി, നമുക്കൊരു ഫ്രീഡം ഉണ്ട് എന്നുള്ളൊരു കാര്യം. നമ്മളൊരു ഹ്യൂമൻ ആണ്, ഒരു മൃഗമല്ല. മൃഗങ്ങൾക്ക് പോലും കാട്ടി ഫ്രീഡം ഉണ്ട്. നമ്മുടെ നാട്ടിലാണ് ഡൊമസ്റ്റിക് ആനിമൽസിനെ കെട്ടിയിടുന്നത്. അതേപോലെ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ വിടാതിരിക്കുക. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ദിസ് ഇസ് ഫോർ ബോത്ത് ജെൻഡേഴ്സ്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നിങ്ങളെ കെട്ടിയിട്ട് വളർത്താൻ വിടാതിരിക്കുക. ദാറ്റ് ഈസ് ആക്ച്വലി പോസസീവ്നെസ് നല്ലതാണ് എന്നൊക്കെ തുടക്കത്തിൽ തോന്നും. അതെ, ഏട്ടായി ബോറാണ്, ചേട്ടായി ചേട്ടത്തി അത് അതിപ്പോ കാണുന്ന യങ് ആയിട്ടുള്ള ഒരു ടീനേജ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എപ്പോഴും വിളിച്ച് കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത് കെയറിംഗ് ആണ്. പക്ഷെ ആ ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാക്കണം. എന്താണ് കെയറിംഗ്, എന്താണ് ഓവർ പൊസീവ്. ഓക്കെ, അതായത് ഇപ്പം ഈ പൊസീവ്നെസ് തുടക്കത്തിൽ എങ്ങനെയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നതിൽ തുടങ്ങി നമ്മുടെ അച്ഛനോടും അമ്മയോടും പോലും ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാതാവുന്ന രീതി, ആ സ്നേഹം ഒരിക്കലും നല്ല ഒരു സ്നേഹമല്ല, അത് സംശയരോഗമാണ്. ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പം ആരോട് നമ്മള് അവരില്ലാണ്ട് അവരിലേക്ക് മാത്രം ഒതുങ്ങണം എന്നൊരു ചിന്ത, ആക്ച്വലി ഓവർ പെർസീവ്നെസ്, ടോക്സിക്കുമാണ്. അപ്പം നെക്സ്റ്റ് വൺ, ഫിസിക്കൽ നീഡ്സിന് വേണ്ടി മാത്രം നമ്മളെ എന്താ പറയാ യൂട്ടിലൈസ് ചെയ്യണം, ഓൺലി ഫോർ ഫിസിക്കൽ നീഡ്സ്. അത് ലസ്റ്റ് ആണ്. തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറ്റി മാത്രം കോംപ്ലിമെന്റ് ചെയ്യുന്നു. അതെ, അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു സുഖ രസമൊക്കെ നമുക്ക്, അതെ നമുക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ അത് ശരിക്കും റെഡ് ഫ്ലാഗ് ആണ്. അതെ, അത് ഞാൻ പറയട്ടെ, അത് ലസ്റ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ലസ്റ്റ് ആണ്, ലവ് അല്ല. ലവ് എന്ന് പറയുന്നിട ലവ് വന്നു കഴിഞ്ഞതിന് ശേഷം ലസ്റ്റ് ആകാം. ലസ്റ്റ് വന്നതിന് ശേഷം അല്ല ലവ് വരേണ്ടത്. ദാറ്റ് ഇസ് നോട്ട് ലവ്, ദാറ്റ് ഇസ് നോട്ട് പ്യുവർ റിലേഷൻഷിപ്പ്. അതെ, അപ്പൊ യൂസിങ് യു ഓവർ ഫിസിക്കൽ നീഡ്സ് ഈസ് എ റെഡ് ഫ്ലാഗ്. യെസ്, എക്സാക്ട്ലി. ആൻഡ് പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് ഒരു ഇൻസൾട്ടിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഗ്രൂപ്പ്സ്. അതെ, അറോഗന്റ് ആയിട്ടുള്ള ഒരു ടോക്കിംഗ് രീതി. അതെ, ഒട്ടും പൊളൈറ്റ് അല്ലാണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ചെറുതാക്കി കാണിച്ചുകൊണ്ടുള്ള ഒരു സംസാരം. എക്സാക്ട്ലി. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഒരാള് പബ്ലിക്കലി നമ്മളെ അങ്ങനെ വഴക്ക് പറയരുത്. നിങ്ങൾ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അത് പേരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്ത് കൈൻഡ് ഓഫ് റിലേഷൻ ആയാലും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളെ മറ്റൊരാളുടെ മുന്നേ, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ മുന്നേ വെച്ച് ഇൻസൾട്ട് ചെയ്തിട്ടല്ല നിങ്ങളൊരു കാര്യം പറഞ്ഞവരെ മനസ്സിലാക്കേണ്ടത്. പബ്ലിക്കലി അവരുടെ കൂടെ നിന്നിട്ട് എല്ലാവരും മാറി കഴിഞ്ഞ് പ്രൈവറ്റ്ലി ആണ് ഒരാളെ നമ്മൾ ശകാരിക്കേണ്ടത്, ശിക്ഷിക്കേണ്ടത്. അല്ലാതെ പബ്ലിക്കായിട്ട് നിർത്തിയിട്ടല്ല. അത് വളരെ ഇറ്റ്സ് എ റെഡ് ഫ്ലാഗ്. നോ കോംപ്ലിമെന്റ്സ് ആൻഡ് എൻകറേജ്മെന്റ്. വെരി ഇമ്പോർട്ടന്റ്. അതായത് ഒരു അപ്രിസിയേഷൻ ആയിക്കോട്ടെ, ഒരു കോംപ്ലിമെന്റ് ആയിക്കോട്ടെ, അതൊരു റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതില്ലെങ്കിൽ ഓവർ പീരീഡ് ഓഫ് ടൈം നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ഹാപ്പിനെസ്സും കിട്ടത്തില്ല. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണറിൽ എന്ത് നല്ലത് കണ്ടാലും എക്സ്പ്രസ് ചെയ്യുക, ബി എക്സ്പ്രസീവ്. അപ്പം വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് നമ്മളിപ്പം ഇത്രയും റെഡ് ഫ്ലാഗ്സിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുള്ളൂ, കാരണം വീഡിയോ ഒത്തിരി നമുക്ക് ഒത്തിരി ഉണ്ട്. അപ്പം ആൻഡ് ഫൈനൽ വൺ ഈസ് ലൈക്ക് വി ക്യാൻ സേ, യുനോ, പാസ്റ്റ് മിസ്റ്റേക്സ് എടുത്തിട്ട് നമ്മളെ പറയുന്നത്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു റിലേഷന്റെ റെഡ് ഫ്ലാഗ്സ് ആണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻസി ആണ് വേണ്ടത്, റൈറ്റ്? അവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു ട്രാൻസ്പെറൻസി ആണ് വേണ്ടത്. കമ്പാരിസൺ ഈസ് ഓൾസോ ബാഡ്, വെരി ബാഡ്. അതായത് നമ്മുടെ പാസ്റ്റ്, ഇപ്പൊ നമ്മുടെ എല്ലാവർക്കും ചിലപ്പോൾ എക്സ് അല്ലെ, ബോയ് ഫ്രണ്ടും ഉണ്ടായിരിക്കാം. അപ്പൊ അത് അങ്ങനെ നമ്മൾ ചെയ്ത പാസ്റ്റ് ട്രോമാസിനെ ഒക്കെ എടുത്തിട്ട് നമ്മളെ ബ്ലെയിം ചെയ്യുക. ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് ഒരിക്കലും തെറ്റല്ല. അതൊരു ഹോർമോണൽ ചേഞ്ചസിൽ നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. അങ്ങനെ റിലേഷൻ ഉണ്ടായില്ലെങ്കിലാണ് നിങ്ങൾക്ക് മെന്റൽ പ്രോബ്ലം. 13-14 വയസ്സിൽ ഒരാൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായില്ലെങ്കിൽ ദാറ്റ് മീൻ ഷീ ഓർ ഹി ഹാവ് എ പ്രോബ്ലം, മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നാണ് അതിനർത്ഥം. ഒരു ജെൻഡറിന്റെ ആ ഒരു എക്സാക്ട് ഡിഫറൻസ് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളോട് തോന്നിയില്ലെങ്കിൽ പിന്നെ എന്താണ്? വെരി നോർമൽ. നമ്മൾ റീപ്രൊഡക്ഷന് വേണ്ടി ഉണ്ടായിരിക്കുന്ന ഹ്യൂമൻസ് ആണ്. ഓഫ് കോഴ്സ് വി ഹാവ് ഫീലിംഗ്സ് ഫോർ അതർ പീപ്പിൾ, ഐ മീൻ ഓപ്പോസിറ്റ് സെക്സ്. അത് ഉണ്ടാവണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങളെ മോശമാക്കുന്നെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണ്. കീപ് ഇൻ മൈൻഡ്, റെഡ് ഫ്ലാഗ്സ് ആർ ടോക്സിക്. ബിഗ് റെഡ് ഫ്ലാഗ്. എക്സാക്ട്ലി. അപ്പം നമ്മളിപ്പോ ഒരു നിയർ ടു ഒരു 10 പോയിന്റ്സോളം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്നാൽ എന്താണ് ഗ്രീൻ ഫ്ലാഗ്, അല്ലെ? റിലേഷൻഷിപ്പിൽ ഗ്രീൻ ഫ്ലാഗ്സ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആ ഗ്രീൻ ഫ്ലാഗ്സ് എന്താണെന്നും കൂടെ നമുക്കൊന്ന് ഡിസ്കസ്. ഞങ്ങളൊരു ടീ ബ്രേക്കിലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം റെഡ് ഫ്ലാഗ്സിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ എന്തുണ്ട്?
ഗ്രീൻ ഫ്ലാഗ്സും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ നമ്മളെ സംബന്ധിച്ച് എന്താണ് ഗ്രീൻ ഫ്ലാഗ്സ് എന്നാണ് പറയാൻ പോകുന്നത്. അഫ്കോഴ്സ് അത് ജനറലൈസ് ചെയ്താലും എല്ലാവർക്കും അതൊക്കെ തന്നെ ആയിരിക്കാം. ബിറ്റ്വീൻ എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ഗ്രീൻ ഫ്ലാഗ് എന്ന് പറയുന്നത് ജസ്റ്റ് അക്സെപ്റ്റ് യു ജസ്റ്റ് ദ വേ യു ആർ. സോ ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ഗ്രീൻ ഫ്ലാഗ്. അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ആരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യോ സ്നേഹിക്കേണ്ട കാര്യമില്ല. ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും വേണ്ടത് നമ്മൾ എന്താണ്, അവിടെ എല്ലാം വരുന്നുണ്ട്. നമ്മുടെ അപ്പിയറൻസ് ആയിക്കോട്ടെ, നമ്മുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനെ അതുപോലെ തന്നെ മനസ്സിലാക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 100% പ്രോബ്ലംസ് ഇവിടെ സോൾവ് ആവും. അപ്പം വൺ ഓഫ് ദ biggest and very important green flag is just accept yourself just the way you are. എനിക്ക് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഗിവിങ് സ്പേസ്. അതായത് ഓഫ് കോഴ്സ് എല്ലാവർക്കും അവരവരുടേതായ ഡീപ്പ് സീക്രറ്റ്സ് ഉണ്ടാവും, ഡീപ്പായിട്ടുള്ള എന്താ പറയാ കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ ഇഷ്ടങ്ങൾ ഉണ്ടാവും. ചിലപ്പോ എനിക്ക് എന്റെ ഹസ്ബൻഡിനോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ആയിട്ടുള്ള ഡീപ്പ് അല്ലേ, ഓഫ് കോഴ്സ് ഉണ്ടാവും. കാരണം രണ്ടുപേരിൽ കോമൺ ഇൻട്രസ്റ്റ് തന്നെ എല്ലാം ആകണമെന്നില്ല. അപ്പൊ നമ്മള് ആ സ്പേസ് അത് അവരുടെ സ്പേസ് ആണ്, നമ്മൾ വെറുതെ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നും പറഞ്ഞ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും കീപ്പ് ചെയ്യണം. സ്പേസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ പാർട്ട്ണറിന് ചിലപ്പം ഫുട്ബോൾ കളിക്കാൻ വൈകിട്ട് ഒരു മണിക്കൂർ പോകുന്നത്, അതാണ് സ്പേസ്, ഹെൽത്തി ആയിട്ടുള്ള സ്പേസ്. വൈഫിന് ഐ മീൻ ഗേളിന് ആ സമയത്ത് ചിലപ്പം ഒരു ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിന് പോകാനോ അല്ലെങ്കിൽ പോട്ടെ ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാനായിരിക്കും ഇഷ്ടം. അപ്പം രണ്ടുപേരുടെയും ഗോൾസും ഇൻട്രസ്റ്റും ഡിഫറെന്റ് ആവുമ്പോൾ ആ സമയത്ത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ സ്പേസ് കൊടുക്കുക. വെരി ഇമ്പോർട്ടന്റ് ഗ്രീൻ ഫ്ലാഗ്. എക്സാക്ട്ലി, വെരി ഇമ്പോർട്ടന്റ്. പിന്നെ എന്താ പറയാ, എൻകറേജിങ്, പരസ്പരം എൻകറേജ് ചെയ്യുന്നിടത്ത് മാത്രമാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാവുന്നത്. ഇത് എല്ലാ റിലേഷനും, അതെ, ഇത് പേരന്റ് റിലേഷൻ ആയിക്കോട്ടെ, പേരന്റിങ് ആയിക്കോട്ടെ, രണ്ടു പേര് തമ്മിലുള്ള റിലേഷൻ ആയിക്കോട്ടെ, മാരേജ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എൻകറേജ് ചെയ്യാതെ ഒരിക്കലും, ഇനി എംപ്ലോയീസ് ആയിക്കോട്ടെ, നിങ്ങളൊരു എംപ്ലോയർ ആയിക്കോട്ടെ, എൻകറേജ് ചെയ്യാതെ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് പോവില്ല. ഡ്രസ് ഇട്ടോണ്ട് വന്നാൽ പോലും നിങ്ങളുടെ പാർട്ട്ണറോട് പറയോ യു ലുക്ക് ബ്യൂട്ടിഫുൾ, നിനക്ക് ഈ കളർ നന്നായിട്ട് ചേരുന്നുണ്ട്, അതുപോലെ തന്നെ അച്ചീവ് ചെയ്തു. അതിനകത്ത് ഞാനൊരു പോയിന്റ് ആഡ് ചെയ്യട്ടെ. ഇപ്പം ഒരു മനുഷ്യനെ ഡംപ് ആക്കാതെ, അതായത് ഇപ്പൊ അവളൊരു ഡ്രസ് ഇട്ടോണ്ട് വന്നു, അത് അവൾക്ക് ചിലപ്പോൾ ചേരുന്നില്ലായിരിക്കും, ഉടനെ ഞാൻ അങ്ങോട്ട് അയ്യേ എന്തടി ഇത്, അങ്ങനല്ല. എടാ നിനക്ക് ഇതിനെക്കാട്ടി മറ്റേ അഡ്രസ് ഇല്ലേ, അതാടാ കുറച്ചുകൂടെ ചേർന്ന്, നീ ഒന്ന് ട്രൈ ചെയ്തേ അല്ലെ. ടോണിനകത്ത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ അതെ, ടോണിനകത്ത് ഡിഫറൻസ് ഉണ്ട്. സോ അങ്ങനെ വേണം നമ്മൾ അവരെ എൻകറേജ് ചെയ്ത് അവർക്കൊരു പോസിറ്റീവ് മെന്റാലിറ്റി കൊടുത്ത് വേണം അവരെ മാറ്റിയെടുക്കാൻ. ദാറ്റ് ഈസ് ആൾസോ എ ഗ്രീൻ ഫ്ലാഗ്, എൻകറേജിങ്. യെസ്. ഇനി എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ റെസ്പെക്ട് ആണ്. ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് പേര് തമ്മിൽ, എന്ത് റിലേഷൻ ആയിക്കോട്ടെ, മ്യൂച്വൽ റെസ്പെക്ട് ആണ് അവരെ ഡെവലപ്പ് ആക്കുന്നത്, റൈറ്റ്, സക്സസിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രോഗ്രസ് വരുന്നത് മ്യൂച്വൽ റെസ്പെക്ട് ആണ്. ആ ബഹുമാനം ഇല്ലായ്മ എപ്പോഴും ആ ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് റെസ്പെക്ട് വേണം. അതെ, സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാൾക്ക് വേറെ ആൾക്ക് റെസ്പെക്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഈവൻ നമ്മൾ രണ്ടുപേരും തന്നെ തമ്മിൽ അങ്ങോട്ടും, ഞാൻ അവളെ റെസ്പെക്ട് ചെയ്യുന്നു, അവൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്നു. ഇപ്പം അവളുടെ ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഈ പറഞ്ഞ റെഡ് ഫ്ലാഗ്സ് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക്, നമ്മളും ടീനേജ് ടൈമിലും ഒക്കെ കൂടെ പോകുമ്പോഴും നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കും. എക്സാക്ട്ലി. അപ്പം ഇത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഓക്കെ ഇതൊരു റെഡ് ഫ്ലാഗ് ആണല്ലോ, ഇത് ഗ്രീൻ ഫ്ലാഗ് ആണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ സെൽഫ് റെസ്പെക്ടിന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, കെഞ്ചത്തില്ലേ ഇങ്ങനെ, വെരി ഇമ്പോർട്ടന്റ്, അത് ചെയ്യരുത്, വെരി ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ തന്നെ ടോക്സിക് ആക്കണം ആ റിലേഷൻ. അപ്പൊ ആ കേൾക്കുന്ന ആള് തരുമോ, അവൻ അല്ല അവൾക്ക് ഞാൻ ഇല്ലാണ്ട് പറ്റില്ല. അതെ, ഒരു കാര്യം ഫോഴ്സ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഇവളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും അല്ലേ, ഞാൻ ടൈം കണ്ടെത്തും. ഇത് സ്നേഹമില്ലായ്മ തന്നെയാണ് എന്ത് നമുക്ക് വേണ്ടി ടൈം കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റാത്തത്. ആരും നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, ആരും ഈ ലോകത്ത് അത്ര ബിസി അല്ല. അതെ. അപ്പം നമ്മൾ ഒരു മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുന്നതോ, അടുപ്പിച്ച് 10 കോള് നമ്മൾ വിളിക്കുമ്പോൾ ഒരു കോള് പോലും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാത്തതോ, ഇതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യുക, ഇതൊക്കെ റെഡ് ഫ്ലാഗ് ആണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ്. അതെ, മൂവ് ഓൺ ചെയ്യുക. അല്ലാണ്ട് സൂയിസൈഡ് ചെയ്യാനും അല്ലാണ്ട് വിഷം കഴിക്കാനും ആ നാട് വിട്ടു പോകാനും ഒന്നും പോലെ. നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ലൈഫാണുള്ളത്, അത് എൻജോയ് ചെയ്യുക. അതിനകത്ത് ഒരു തെറ്റുമില്ല. അതെ, അതിനകത്ത് ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്താണോ അത് ചെയ്യുക. ഫ്ലാഗ് ഉണ്ടെങ്കിൽ അവിടെ അതർ സൈഡിൽ ഒരു ഗ്രീൻ ഫ്ലാഗ് ഉണ്ടായിരിക്കും. റിയലൈസ് ചെയ്യുക, അത് മനസ്സിലാക്കുക.
അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ വീഡിയോ ചെയ്തത്. ഹോപ്പ് യു ഓൾ എൻജോയ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയപ്പോ നമ്മൾ ഹാപ്പി. കാരണം നമ്മളും ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ അല്ലെ നന്നായിട്ട് മനസ്സിലാക്കി കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അതെ, അപ്പൊ ഇതും നമുക്ക് ചെയ്യണം തോന്നിയ. സോ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ്. നിങ്ങളുടെ ലൈഫിലും ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ട അവരുടെ ലൈഫ് മാറുന്നുണ്ട്. ദാറ്റ് വിൽ ബി എ what അതാണ് ഞങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി അല്ലെ ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്. ഭയങ്കര വലിയൊരു കാര്യമാണ്. യെസ് യെസ് 2025 വരുവാണ്. ഇതൊക്കെ ആവട്ടെ റെസൊല്യൂഷൻ, റൈറ്റ്? യെസ്. അപ്പം കീപ് യുവർ റിലേഷൻഷിപ്പ് ഹെൽത്തി. ജസ്റ്റ് മനസ്സിലാക്കുക വാട്ട് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ യു സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി ആൻഡ് ദെൻ മേക്ക് യുവർ റിലേഷൻഷിപ്പ് ഹെൽത്തി ആൻഡ് ഹാപ്പി. 2025 റെസൊല്യൂഷൻ ഗൈസ്. യെസ്. അപ്പൊ നമ്മൾ 1 മന്തിന് ശേഷമാണ് നെക്സ്റ്റ് ഇപ്പൊ പോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സൂൺ ഓഫ് കോഴ്സ് അടുത്ത പോഡ്കാസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ.